ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറിന് വെള്ളം വെച്ചു. പിന്നെ കുറച്ച് ചായ കുടിക്കും കേട്ടോ. അപ്പോൾ എന്നും രാവിലെ ആശുപത്രി കിടന്ന് ശീലമായതുകൊണ്ട് പാത്രമെല്ലാം പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി. അപ്പോൾ നമ്മൾ അന്നത്തൊലി മേടിച്ച് തലേന്ന് തന്നെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറി വെക്കാൻ. അപ്പോൾ ഞാൻ കറി പോലെ വെക്കുന്നില്ല, തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തന്നെ ചേട്ടൻ അരി കഴുകൽ തുടങ്ങി. അപ്പോൾ റേഷൻ അരി ആണ്ട് പിന്നെ രാവിലെ വെച്ചാൽ മതിയല്ലോ. കുറേ ദിവസം കൊണ്ട് ഞാൻ റേഷൻ അരി കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. വിലയേരിയായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ റേഷൻ അരിയിലോട്ട് മാറി. അങ്ങനെ അരിയൊക്കെ ഇട്ടു. നമ്മൾ ചായയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാ ദിവസവും വീഡിയോ ഇട്ടാലേ മോട്ടിവേഷൻ ആവത്തുള്ളൂ എന്നൊക്കെ എല്ലാവരും പറയുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അക്കുവിൻ്റെ വികൃതി ഉണ്ടോ, അക്കു ചേട്ടനെ ചാരിന്ന് ലാസ്റ്റ് കാല് പിടിക്കുവാണ്. എപ്പോഴും ഇവനെ ഇങ്ങനെ കാല് പിടുത്തോ എന്തൊന്നും ഇങ്ങനെ കിടന്നിങ്ങനെ ഉരുണ്ട് ഒരു പ്രത്യേക സ്നേഹം. അപ്പോൾ നമ്മൾ നിന്നാലും ഇതുപോലെ തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ അവനിങ്ങനെ തടവി കൊടുക്കാനാണ്. പക്ഷേ ചേട്ടനാണെങ്കിൽ പിന്നെ അവൻ്റെ താളത്തിനൊത്ത് തടവി കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളങ്ങനെ എടുക്കാറൊന്നുമില്ല. സ്നേഹവും കാര്യമൊക്കെയാണ്. എനിക്കെന്തോ എടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അവനുള്ള പാലൊക്കെ കൊടുത്തു. ചക്കയുടെ പെട്ടെന്ന് അവളെന്ന് വന്നത് കേട്ടോ. ചക്കി ഓർക്കാത്ത ദിവസമില്ല. അപ്പോൾ അപ്പുറത്തെ കർമ്മം പൂച്ചയ്ക്കും കൊടുത്തിട്ടുണ്ട്. അവനും കുടിച്ച് കഴിച്ചിട്ട് പിന്നെ അവനങ്ങ് പൊക്കോളും. അവനിപ്പോൾ അങ്ങ് മോശമായി കേട്ടോ. അപ്പോൾ അക്കു നോക്കുവാണ്. അക്കുവിന് അവൻ്റെ സൗണ്ട് കേട്ടാൽ പിന്നെ തുള്ളിച്ചാടിയിരിക്കും. അവനെന്താ കൊടുക്കുന്നത്, അങ്ങനെ ഒരു കുശുമ്പത്തരം വരുമല്ലോ. ചട്ടിയൊക്കെ പിന്നെ ഒന്ന് കഴുകുവാണ്. അപ്പോഴത്തേക്ക് അരി തിളച്ചു. ഇനി അരിയൊക്കെ ഇറക്കി വെച്ച് അങ്ങനെ ചേട്ടൻ പിന്നെ തേങ്ങാക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ഒരു കുപ്പി മേടിച്ചു കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കൂടി കുറഞ്ഞപ്പോഴത്തേക്ക് അസുഖം വന്നില്ലേ, അതുകൊണ്ട് ഞാൻ കുപ്പി മേടിച്ച് അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പം കുടിക്കാമല്ലോ. അന്നേരം തന്നെ നമ്മുടെ മീൻ പൊരിക്കാൻ വെച്ചു. പിന്നെ മകൾ എഴുന്നേറ്റ് വന്നു. ഇങ്ങനെ കൂടൊക്കെ കഴുകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങും പോകാത്തതുകൊണ്ട് കുറച്ച് താമസിച്ച് എഴുന്നേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അഡ്മിഷനൊക്കെ എടുക്കണം, എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ എന്താ തക്കാളിയൊക്കെ അരിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ നെത്തോലിയുടെ തോരൻ ഉണ്ടല്ലോ, അത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഈ ഒത്തിരി അങ്ങ് സംസാരിക്കുമ്പോൾ ശ്വാസം ചെറുതായിട്ട് മുട്ടലുണ്ട് കേട്ടോ. അതെനിക്കൊന്ന് ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കും. എന്തായാലും ശബ്ദം തന്നെ തെറിച്ച് കിട്ടിയത് മഹാഭാഗ്യമല്ലേ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ അക്കൂനെയൊക്കെ പിടിച്ചിട്ടടച്ച് പിന്നെ മോൾ അവിടെയൊക്കെ ഒന്ന് കഴുകുവാണ്. നമ്മൾ ആ സൈഡൊന്നും കഴുകും, കാരണം അക്കുവിടെ മേളിൽ കയറി കിടന്നു. അക്കുവിൻ്റെ കൂടെയും എല്ലാം അല്ലേ, പിന്നെ അടുക്കളയും കൂടെ അല്ലേ, പിന്നെ താഴെയും പുറത്തൊക്കെ മോൾ കഴുകുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കും. എനിക്ക് ഓവറായിട്ട് നിൽക്കാൻ വയ്യാത്ത പ്രശ്നമുണ്ട്. കാൽ രണ്ടും വേദന. അതൊക്കെ ഇനി ഇതിൻ്റെ അകത്ത് കാണുമെന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു. കുറച്ച് ദിവസം, ഒരു മാസമല്ലേ ആയുള്ളൂ എന്നൊക്കെ എപ്പോഴും ഡോക്ടർ പറയും. അതുകൊണ്ട് പിന്നെ അതൊക്കെ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോകണം. എന്നാലും കുഴപ്പമില്ല, ഭയങ്കര വേദനയൊന്നുമില്ല കേട്ടോ, നമുക്ക് സഹിക്കാം. കുറച്ച് നേരം ഇരുന്നൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് അങ്ങ് മാറും. അങ്ങനെ ആ തേങ്ങ പീരയൊക്കെ ഇട്ട് ഇഞ്ചിയും ചുമന്നുള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യും കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ശീലിച്ചത് കൊണ്ട് പിന്നെ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാനൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചതിന് ശേഷമേ നമ്മൾ മീൻ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പീര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒഴിക്കാൻ എന്തെങ്കിലും വേണം. മോന് പിന്നെ അത്ര താല്പര്യമില്ല പീരയൊന്നും. പിന്നെ അവന് പൊരിച്ച മീനും മോരും ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ ധാരാളം. അപ്പോഴിതാ മോള് വന്ന് കിഴങ്ങ് കറി, ചപ്പാത്തിയായിരുന്നു, കിഴങ്ങ് ഉണ്ടാക്കാനുള്ള കിഴങ്ങ് കരിഞ്ഞു. അപ്പോൾ മീനൊക്കെ നല്ല തിളച്ച് വറ്റി വന്നു. പിന്നെ ചുമന്ന പയറ് തോരനും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ തന്നെ ഉള്ളിയും കിഴങ്ങും എല്ലാം അരിഞ്ഞ് വെച്ചു. എന്ന് വെച്ചാൽ രാവിലെ കിഴങ്ങ് കറി അവൾ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അതങ്ങനെയാട്ടോ. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും, അല്ലാതെയൊക്കെ ഉണ്ടാക്കും. പിന്നെ എളുപ്പം ഉണ്ടാക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ സ്പെഷ്യൽ കറിയാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കും. അന്ന് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഡെക്കറേഷൻ പറച്ചിലായിട്ട്. പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അടിപൊളിയായിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗുളികയൊക്കെ കഴിക്കാൻ പോയി. അങ്ങനെ ഗുളികയൊക്കെ കഴിച്ചു. ഇപ്പോൾ പിന്നെ ഗുളിക കുറവാട്ടോ, 1-2 ഉള്ളൂ. അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് കരിക്ക് വെള്ളം കുടിക്കും. അങ്ങനെ രാവിലെ ചേട്ടൻ പറഞ്ഞെങ്കിൽ പിന്നെ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് വെട്ടി തന്നു. കാരണം ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ വെട്ടാൻ ഭയങ്കര പാടാട്ടോ. മോളെ കൊണ്ടും പറ്റത്തില്ല, എന്നെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടൻ പിന്നെ രാവിലെ തന്നെ വെട്ടിയൊക്കെ തന്നു. അല്ലെങ്കിൽ അതവിടെ കിടക്കും. പിന്നെ വൈകിട്ട് സന്ധ്യയ്ക്ക് വന്നിട്ടായിരിക്കും വെട്ടുന്നത്. അപ്പോൾ പിന്നെ വഴക്ക് പറയും വെട്ടിക്കൊടു. പക്ഷേ ഇങ്ങനെ കൈ വെച്ച് വെട്ടാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് കരിക്ക് വെട്ടി വെക്കുമ്പോൾ നല്ല കരിക്കുണ്ടായിരുന്നു. ചിലതൊന്നും കരിക്കൊന്നും കാണത്തില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മോൾ കിഴങ്ങ് ഉള്ളിയൊക്കെ വഴറ്റി പിന്നെ കറിയൊക്കെ നിലക്ക് കൊടുക്കുകയാണ്. ചൂട് നല്ല വറ്റിച്ചെടുക്കും കറി. അപ്പോൾ ചോറ് അവിടെ കിടന്ന് വേവുന്നുണ്ട്. അങ്ങനെ ഇഞ്ചി അരിഞ്ഞിടാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ പിന്നീട് ഇഞ്ചിയൊക്കെ അരിഞ്ഞിടുക. അപ്പോൾ ചേട്ടൻ കളിയാക്കി, പച്ച ഇഞ്ചിയുടെ മണം ഇങ്ങനെ ചവയ്ക്കാൻ കിട്ടുമെന്നും പറഞ്ഞ് ആദ്യമേ മൂപ്പിക്കണം. പിന്നെ അപ്പോൾ അവൾ പറയുന്നത് ഞാൻ മനഃപൂർവ്വം അത് ഇടാഞ്ഞതാ, ചുമ്മാ ചേട്ടൻ മറന്നുപോയതാ. അങ്ങനെ ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളാണ് കൂടുതലും. പറച്ചിൽ പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. ഇത് വെള്ളമൊന്നും ചേർക്കാതെ ചപ്പാത്തിക്ക് എടുക്കാം. പുട്ടല്ലല്ലോ, ചപ്പാത്തിക്ക് ഇന്നിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ അത് കിഴങ്ങ് കറി നല്ല വഴറ്റിയതിന് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ചേർത്ത് ഇനി അടച്ച് വേവിക്കും. എന്നിട്ട് പൊടികളൊക്കെ ഇട്ടു. അപ്പോഴത്തെ മോന് വയറിന് വയ്യായിരുന്നു. അങ്ങനെ അവനിൽ പുറത്തുനിന്നുള്ള വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ ആശുപത്രി പോയപ്പം ട്രിപ്പിൻ്റെ പോലത്തെ മരുന്നും പിന്നെ ഓറിയോ ഉണ്ടോ, എൻ്റെ പേര് ഓറിയോ അല്ല, ORS കൊടുത്തായിരുന്നു ഇങ്ങനെ കുടിക്കാനായിട്ട് വെള്ളത്തിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വൈകിട്ട്
ഒരു നേരം കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്കിൽ ഉച്ച കഴിഞ്ഞ് കുടിച്ചാൽ മതിയെന്ന്, രാവിലെ കുടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങൊക്കെ വേവുന്നുണ്ട്, അവൾ ചപ്പാത്തി ഇടുന്നുണ്ട്. പിന്നെ നമ്മളെ നെത്തോലിയൊക്കെ റെഡിയായി വന്നുകൊണ്ട് ഇത് കണക്ക് ഇങ്ങനെ കുത്തി ഉടച്ച് അതിനകത്ത് കുരുമുളകും ഗരം മസാലയൊക്കെ ഇട്ട്. അപ്പോൾ അതാ ചേട്ടൻ കഴിക്കാനായിട്ട് വന്നു. അപ്പം ചപ്പാത്തി ഇട്ട് ആൾ ചോദിക്കും, തിന്ന് നോക്ക് സൂപ്പർ ടേസ്റ്റാന്നൊക്കെ പറയും കേട്ടാ. അതൊക്കെ ഭയങ്കര സന്തോഷം, ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്യും. നല്ല രസമാട്ടോ, കറിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് വെക്കും. അത് ഈ പ്രായത്തിൽ വെക്കുന്നില്ലേ, ഞാൻ ഈ പ്രായത്തിലൊക്കെ കള്ളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഞാനെല്ലാം പഠിച്ചത്. ജോലിയൊക്കെ ചെയ്യാൻ ഒരുവിധം അറിയാമായിരുന്നു. അപ്പോൾ ചേട്ടൻ പിന്നെ പോകാൻ ഇറങ്ങി. ചേട്ടൻ പിന്നെ ചോറൊന്നും കൊണ്ടുപോയില്ലായിരുന്നു, കാരണം തോരനായതുകൊണ്ട് കറിയൊന്നും, പിന്നെ ചോറ് വെന്തതുമില്ല. പിന്നെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പയറൊക്കെ വേവിക്കാൻ വെച്ച്. മോളും പിന്നെ പാത്രമെല്ലാം കഴുകി വെക്കുവാണ് കേട്ടോ. കുറച്ച് പാത്രം ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെക്കും. ഇവിടെ ഇത്തിരി വലിയ അടുക്കളയാണ്, നിരന്നും കിടക്കും. മറ്റേ അകത്താകുമ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കഴിക്കാൻ പോയി, അവരെല്ലാം കഴിച്ചു. മോനും പിന്നെ രാവിലെ കഞ്ഞി മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പയറൊക്കെ വേവിച്ച് പൊടിയരി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പൊടിയരി, പിന്നെ 2 ചപ്പാത്തി കഴിച്ച്. പിന്നെ ഞാൻ പറഞ്ഞു കഴിക്കണ്ട, പൊടിയരി കഞ്ഞി വെച്ച് തരാമെന്ന്. അങ്ങനെ അവന് പൊടിയരിയും വെച്ചു, പയർ വേവിച്ച് വെച്ചു. പിന്നെ ഇതാ നമ്മൾ കടുക് വറുക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ? മഴയൊക്കെ തുടങ്ങിയില്ലേ, മഴയൊക്കെ പെയ്യുന്നു. അങ്ങനെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ളു, എന്നാലും ദൈവം എത്തിച്ച് തന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വലുതായിട്ട് അസുഖങ്ങളൊന്നും പിടിപെടാതെ. ഇനിയിപ്പം നമ്മൾ യൂട്രസ് നോക്കണം, അതിനിപ്പോൾ ഗുളിക കഴിക്കുന്നു. 6 മാസം സാവകാശമുണ്ട്, ഇനി അതും ചെയ്ത് വെക്കണം. എനിക്കെന്നാലും ഓർക്കുമ്പോൾ പേടിയാവുന്നു, കാരണം 2 ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ആപ്പാട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ തുണി കഴുകാനൊക്കെ ഇട്ട് അരി അടച്ചിടണമായിരുന്നു കേട്ടോ. ഞാൻ പറയാം ശ്രദ്ധിച്ച് നടക്കുകയെന്നൊക്കെ ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് അരി അടച്ചിടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്തൊക്കെ അരി അടച്ചിട്ട്. അപ്പോഴത്തേക്ക് പൊടിയരി കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ മോൾ തൂക്കാനും വൃത്തിയാക്കാനും ഒക്കെ അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേനും ഞാൻ പിന്നെ അവിടെയൊക്കെ ഇരുന്നും കിടന്നൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ മോളുടെ ഈ കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, കുറേ ബുക്കുകൾ അതൊക്കെ വെറുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പൊടിയരി കഞ്ഞി നല്ല അടിപൊളിയായിട്ട് വന്നപ്പോൾ വെള്ളം കുറവായിരുന്നു. പിന്നെ ചോറിനും കഞ്ഞിക്കൊക്കെ വെള്ളം ഒഴിക്കണം. പിന്നെ അവൾ വന്ന് ഞാൻ കുക്കർ മാറ്റി കൊടുത്തു. അതില്ലേ വെച്ചിരുന്ന കഞ്ഞിയുടെ പിന്നെ ഭയങ്കര പാടാ ഒട്ടിപ്പിടിച്ച്. അവളതെല്ലാം കഴിയിട്ട് പിന്നെ ഒന്ന് അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഞാൻ ഇപ്പോൾ കസേരയായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറയും നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ബാക്കി ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, എനിക്ക് പറ്റുന്നതൊക്കെ. ഒരുപാട് ചെയ്യാൻ വയ്യെന്നേ ഉള്ളൂ. അപ്പോൾ മുകളിലെ ബുക്കെല്ലാം മാറ്റി കുറേയൊക്കെ ആക്രി കൊടുക്കാനായിട്ട് മേളിൽ കൊണ്ടൊക്കെ വെച്ച് അങ്ങനെ അവിടെയും ഒതുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോന് പിന്നെ ORS കലക്കി കൊടുക്കാൻ പറഞ്ഞ്. അത് പിന്നെ കലക്കി കൊടുത്താലേ കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കി അടുക്കി മാറ്റി കൊടുക്കണം. അങ്ങനെ അവന് ORS കലക്കി കൊടുത്തു. അവൻ ഭയങ്കര ടേസ്റ്റ് എന്നും പറഞ്ഞ് കുടിച്ചിട്ട് അവളെ കൊണ്ട് എന്നെ കൊണ്ട് കുടിപ്പിച്ചു കേട്ടോ. പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. അതിനെന്തോ അവളാണെങ്കിൽ എസ്പെർഷൻ ഇടാത്തതുകൊണ്ട് ഞാനും എടുത്തിട്ട് കുടിച്ച്. അങ്ങനെ അത് ഒരുമാതിരിയായി. പിന്നെ അവൾ ഓരോന്നൊക്കെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവൾ നെത്തോലി നാളത്തേക്കുള്ള വെട്ടാനുണ്ടായിരുന്നു, അത് പിന്നെ വെട്ടാൻ ഇവൻ വന്ന് ഓരോ ഫോട്ടോ എടുത്ത് അവനെങ്ങനെ ഇറിറ്റേഷൻ ചെയ്യില്ല കേട്ടോ. അങ്ങനെ അതെടുത്ത് കാണിച്ച് കളിയാക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കേ, ബൈ.